യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിങ്കളാഴ്ചയാണ്. സന്തോഷത്തോടെ ആയിരിക്കാം. ദൈവം ഓരോ വ്യക്തികളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനമാണ് ഓരോ ദിവസവും നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഓരോ വചനങ്ങളും ഓരോ അനുഗ്രഹങ്ങളെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അനേകരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. അനേകർ ഈ വചനം ദിനം തോറും ശ്രദ്ധിക്കുന്നുണ്ട്. ഒത്തിരി പേർ വാമൊഴിയായി പറയുന്നുണ്ട്, നിങ്ങളിത് കേൾക്കണം, പ്രാർത്ഥിക്കണം. അത് തന്നെ ഒരു സാക്ഷ്യമാണ്. നിങ്ങളിലൂടെ അനുഗ്രഹത്തിൻ്റെ വെളിച്ചമാണ് പ്രസരിക്കുന്നത്. ഈ വചനം കേൾക്കുന്നവർ ഒരു വെളിച്ചമായിട്ടാണ് മാറുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവ് ഈ ആലയത്തിൽ കഴിഞ്ഞ നാളുകളിൽ എഴുതി പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ആരുടെയൊക്കെ കണ്ണുനീരിവിടെ വീണിട്ടുണ്ടോ? ആരൊക്കെ ഇവിടെ നിന്ന് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടോ? വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ ആരൊക്കെയാണോ പ്രാർത്ഥന ചോദിക്കുന്നത്, എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരാളെ പോലും മാറ്റി നിർത്താതെ. ഇത് ദൈവസ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ഇവിടെ തരം വ്യത്യാസങ്ങളില്ല. ഇവിടെ സ്നേഹത്തോടെ വചനം കേൾക്കുന്ന, പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹമാണിത്. ഇതൊരു അനുഗ്രഹമാണ്, ഇതൊരു കൂട്ടായ്മയാണ്. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, വചനം കേൾക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. വചനം കേൾക്കുന്ന മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടണമേ. വചനം കേൾക്കുന്ന യുവതി യുവാക്കൾ അനുഗ്രഹിക്കപ്പെടണം. വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ഈ വചനം കേൾക്കുന്നവരുടെ കുടുംബത്തിൽ ഒരത്ഭുതം സംഭവിക്കട്ടെ. ഈ വചനം കേൾക്കുന്നവരുടെ മക്കളിൽ അത്ഭുതം സംഭവിക്കട്ടെ. ഈ വചനം കേൾക്കുന്നവരുടെ ബന്ധങ്ങളിൽ അത്ഭുതം സംഭവിക്കട്ടെ. ഈ വചനം കേൾക്കുന്നവരുടെ സാമ്പത്തികത്തിനകത്ത് അത്ഭുതം നടക്കട്ടെ. ഈ വചനം കേൾക്കുന്നവരുടെ ശുശ്രൂഷകളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഈ വചനം കേൾക്കുന്നവരുടെ ആരോഗ്യത്തിൽ, അധ്വാനത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുകയാണ്. ഇതൊത്തിരി പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം കേൾക്കാം. 14-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ആര് നോക്കുന്ന കാര്യമാ വേദപുസ്തകം പറയുന്നത്? സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നു, മനുഷ്യരെ മക്കളെ നോക്കുന്നു. എന്താ നോക്കുന്നത്? ദൈവത്തെ തേടുന്നവരുണ്ടോ? വചനം കേൾക്കുന്നവരുണ്ടോ? പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാം ദൈവം കാണുന്നുണ്ട് കേട്ടോ. വചനം കേൾക്കുന്ന നിങ്ങളെ സ്വർഗം കാണുന്നുണ്ട്. വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒറ്റയ്ക്കൊരു മുറിയിലായിരുന്നു കേണെന്ന് കാണുന്നതെങ്കിലും ദൈവം ഇത് കാണുന്നുണ്ട്. ദൈവം ശ്രദ്ധിക്കുന്നു. ദൈവത്തെ തേടുന്നവർക്കുള്ള വില കണ്ടോ? സ്വർഗം എത്ര പ്രാധാന്യമാണ് കൊടുക്കുന്നതെന്ന് കണ്ടോ? ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് എന്തുമാത്രം വിലയാണ് കൊടുക്കുന്നത്. ദൈവത്തെ തേടുന്നവരെ ദൈവം അന്വേഷിക്കുക. ദൈവത്തെ തേടുന്നവരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥനയോടെ കേട്ടെ. അപ്പോൾ ദൈവത്തെ തേടുക, ദൈവവചനം കേൾക്കുക. ഈ വചനത്തെ സ്നേഹിക്കുന്നവരെ ദൈവവും സ്നേഹിക്കുന്നുണ്ട്. ഈ വചനത്തെ അംഗീകരിക്കുന്നവരെ ദൈവം ചേർത്ത് പിടിക്കും. ഈ വചനത്തെ ഉയർത്തുന്നവരെ ദൈവവും ഉയർത്തും. ഹല്ലേലൂയ. ദൈവത്തെ തേടുന്നവരുണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുവാണ്. ഇനി ദൈവത്തെ തേടുന്നവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കും? സങ്കീർത്തനം 14-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട്, കർത്താവ് തൻ്റെ ജനതയുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കും. അവരുടെ സ്ഥിതി മോശമാകുമെന്നല്ല, അവരുടെ സ്ഥിതിയെ പുനർസ്ഥാപിക്കും. അപ്പോഴോ യാക്കോബ് ആനന്ദിക്കും,
ഇസ്രായേൽ സന്തോഷിക്കും. അപ്പോൾ ദൈവത്തെ ഇങ്ങനെ തേടുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്നത്, വചനം കേൾക്കുന്നത്, അതെൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുന്നത്, അനേകരുടെ ജീവിതങ്ങളിൽ ഇതെത്തിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ നിസ്സാരവാ, അവരെന്നാ വിചാരിക്കും, ഇവരെന്നാ വിചാരിക്കും, അവരെന്നെക്കുറിച്ച് മോശം ചിന്തിക്കില്ലേ, നിനക്കിതിനൊക്കെ വല്ല യോഗ്യതയുണ്ടോ എന്ന് അവർ പറയില്ലേ, നീ വലിയ പുണ്യാളനായോ, വലിയ ആളായല്ലേ, നീ ഭക്തിക്കാരനായി എന്നൊക്കെ അവർ പറഞ്ഞ് കളിയാക്കില്ലേ. നമ്മൾ നോക്കുന്നത് മനുഷ്യൻ്റെ മുഖമാണ്. മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നാ. നമുക്ക് ഈ വചനത്തിൻ്റെ മഹത്വം നോക്കിക്കേ. സ്വർഗത്തിൽ നിന്ന് കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന മനുഷ്യരുണ്ടോ എന്ന് അവിടുന്ന് അന്വേഷിക്കുന്നു. അവിടുന്ന് ആരായുന്നു, മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്നവരെ. എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ഡെയിലി ബ്ലെസ്സിങ് വചനം കേൾക്കുന്നവരെ ദൈവം കാണുന്നുണ്ട്. നിങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടും. നിങ്ങളുടെ സ്ഥിതിയെ ദൈവം മാറ്റും. അവസ്ഥകളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നിങ്ങൾ കാണും. അതേ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന 7-ാമത്തെ വാക്യം, കർത്താവ് തൻ്റെ ജനതയുടെ വചനം കേൾക്കുന്നവരുടെ, പ്രാർത്ഥിക്കുന്നവരുടെ, ആ വചനത്തെ വിശ്വസിക്കുന്ന ജനതയെ, തൻ്റെ ജനതയുടെ സുസ്ഥിതി, ദുസ്ഥിതിയല്ല സുസ്ഥിതി പുനഃസ്ഥാപിക്കും. ഇന്നുള്ളതിനേക്കാൾ നല്ല വീട്ടിൽ നിങ്ങൾ ജീവിക്കും. ഇന്നുള്ളതിനേക്കാൾ സന്തോഷത്തോടെ നാളെ ജീവിക്കാൻ ഇടവരും. ഇന്നുള്ളതിനേക്കാൾ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കും. ഇന്നുള്ളതിനേക്കാൾ നല്ലൊരു ജോലി, ജീവിതം, ഭാവി, ആത്മീയ ജീവിതം ദൈവം നിനക്ക് സമ്മാനിക്കും. അതാ എഴുതിയിട്ടുള്ളത്. കർത്താവ് തൻ്റെ ജനതയുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ കരയുന്നോ നിലവിളിക്കുമെന്നോ ആളുകൾ വെപ്രാളപ്പെടുമെന്നല്ല. യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേലോ സന്തോഷിക്കും. യാക്കോബ് ആനന്ദിക്കും. വചനം കേൾക്കുന്ന നിങ്ങൾ ആനന്ദിക്കും. വചനം കേൾക്കുന്ന നിങ്ങൾ സന്തോഷിക്കും. ഒരു സാക്ഷ്യം പറയാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ ആനന്ദിക്കും, സന്തോഷിക്കും. ഒത്തിരി പേരെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. പോയിടത്തും ചെന്നിടത്തും ഒക്കെ സാക്ഷ്യം പറയാൻ തന്നെ ആളുകൾ ഒരുമിച്ച് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവപ്രവൃത്തികളെ ദൂരെ നിന്ന് കാണുമ്പോഴേ വാഹനം നിർത്തുന്നതിന് മുമ്പ് ചാടി ഇറങ്ങി എത്രയോ സ്പീഡിൽ വരുക. ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എൻ്റെ കുടുംബത്തിൽ ഇന്നതുപോലൊരു കാര്യത്തെ ചെയ്തു തന്നു എന്ന് പറയുന്ന, ആ പറയാനുള്ള തീക്ഷ്ണതയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഇന്നെല്ലാവരും പ്രാർത്ഥിച്ച് ഈ വലിയ ആഴ്ച ദൈവവചനം കേൾക്കുമ്പോൾ പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്ററൊക്കെ വരികയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കണം. ഇതെല്ലാം അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. വലിയൊരു ഓർമ്മയെ നമ്മൾ അനുസ്മരിക്കുവാണ്. വലിയൊരു ഓർമ്മയെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇന്ന് കേട്ട ഈ വചനം ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത് നിങ്ങൾക്ക് വണ്ടിയുണ്ടോ, കാറുണ്ടോ, ജീപ്പുണ്ടോ, ജോലിയുണ്ടോ എന്ന് മാത്രമല്ല, ദൈവത്തെ തേടുന്നവരുണ്ടോ, ദൈവത്തോട് ബന്ധമുണ്ടോ, ദൈവത്തോട് സ്നേഹമുണ്ടോ, ദൈവത്തോടുള്ള ആശ്രയത്വം ഉണ്ടോ എന്നാണ്. അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിച്ച് ആനന്ദവും സന്തോഷവും അവർക്കുണ്ടാവുന്ന. ആനന്ദിക്കും, സന്തോഷിക്കും. നിങ്ങളുടെ കുടുംബം ആനന്ദിക്കും, സന്തോഷിക്കും. മക്കളുടെ നന്മ കണ്ട് ആനന്ദിക്കും, സന്തോഷിക്കും. ദൈവം നൽകുന്ന ചില നന്മകൾ കണ്ട് ആനന്ദിക്കും, സന്തോഷിക്കും. ആ പ്രതിസന്ധികൾ മാറി, ആ ദുഃഖം മാറി, ആനന്ദവും സന്തോഷത്തോടെ കയറി വരും. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ ദിവസം വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, കുടുംബത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും വരത്തില്ല, ഒരു തിന്മയും വരത്തില്ല, ഒരു അനർത്ഥവും വരത്തില്ല. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, എല്ലാത്തരം ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. എല്ലാ തിന്മയുടെ സ്വാധീനം ശരീരത്തെ അകവും പുറവും കാത്തുകൊള്ളണമേ. ആരോഗ്യമുള്ള ശരീരവും ദീർഘായുസ്സും നൽകണമേ. സമാധാനവും സന്തോഷവും ഞങ്ങളുടെ വീട്ടിൽ വരണമേ. മാനസാന്തരം കൊടുക്കണമേ. സമാധാനം, ആത്മീയ അഭിവൃദ്ധി നൽകണമേ. ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കണമേ. സ്നേഹം വർദ്ധിക്കണമേ. കൂട്ടായ്മ വർദ്ധിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിനകത്തുള്ള വഴക്കും പ്രയാസങ്ങളും മാറട്ടെ. ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അതിശക്തമായ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാ അർത്ഥത്തിലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ ഇരിക്കാം. ഈ വചനം സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നാളെയും 5:30 തന്നെ തിരക്കുണ്ടെങ്കിലും
5:30 തന്നെ എഴുന്നേറ്റ് ആ വചനം കേൾക്കാൻ മനസ്സ് വയ്ക്കുക. നാളെ ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ.